ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി.കെ. വെൽ ആൻഡ് പി.എസ്.സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. സാധാരണയായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ബോറടിയാണ് അല്ലെ. പക്ഷെ ചരിത്രം മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സബ്ജക്റ്റ് വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ബേസ് ചെയ്തിട്ട് SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസി, ഇത് NCERT നോട്ട്സ് ആയിരിക്കും, SCERT അല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ടും NCERT നോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1757 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. ഇത് നിങ്ങൾക്ക് PSC, SSC, RRB ഇൻക്ലൂഡിങ് UPSC എക്സാമിന് വരെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൂടുതലായിട്ടുള്ള ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ശ്രദ്ധിക്കുക, SCERT അല്ല, ഇത് NCERT ആണ്. CBSE സ്കൂൾ ലെവലിലെ കുട്ടികൾ പഠിക്കുന്നില്ല, ആ ടെക്സ്റ്റിനെ റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ് ആണ്. അപ്പോൾ വൈകിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി ആണെന്ന് ഞാൻ മുൻപ് 2 തവണ പറഞ്ഞു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. കടക്കുന്നതിന് മുൻപ് നമ്മൾ അറിയണം എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. PSC ആവട്ടെ, SSC ആവട്ടെ, ഏതൊരു മത്സര പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും തുടക്കം തന്നെ നമുക്ക് ഇത് പഠിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതോടൊപ്പം നവാബ് ഓഫ് ബംഗാളിലെ നവാബുമായിരുന്ന സിറാജുദ്ദൗളയും തമ്മിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു. PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ്, പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കാണാറുണ്ട്. ആരൊക്കെ തമ്മിലാണ്? ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് PSCയിൽ നിന്ന് തുടങ്ങാം. ആരാണ്? റോബർട്ട് ക്ലൈവും അതോടൊപ്പം തന്നെ നവാബ് ഓഫ് ബംഗാളിലെ നവാബായിരുന്ന ആരാണ്? നമ്മുടെ സ്വന്തം സിറാജുദ്ദൗളയുമാണ്. അപ്പൊ ഇതിന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ ചെറിയൊരു കഥ പോലെ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഈ യുദ്ധം നടക്കാനുണ്ടായ കാരണം, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ വന്ന് കാലുകുത്തി അവരുടേതായിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ നമ്മുടെ മുഗൾ ഭരണാധികാരികളെ കണ്ട് അവരിൽ നിന്ന് കച്ചവടത്തിനുള്ള അനുമതിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവരിങ്ങനെ കച്ചവടം ആരംഭിക്കുകയാണ്. ആ സമയത്ത് ഇവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് വന്നിട്ട് പതുക്കെ എന്താണ് ഇവരുടെ ആ സ്ഥിരത ഉറപ്പിക്കാനായിട്ട് ഓരോ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഇവര് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരുടേതായിട്ടുള്ള കോട്ട കിട്ടുന്നു. അതോടൊപ്പം ഇവർക്ക് പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ അതിനെയൊന്നും ഒരു വില പോലും കൽപ്പിക്കാതെ പതുക്കെ വെസ്റ്റ് ബംഗാളിലെ തന്നെ പകുതിയോളം ഭാഗങ്ങൾ അവര് കച്ചവടത്തിനായിട്ട് ഇങ്ങനെ മാറ്റി അവർ കൈയെടുക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, ഈ പ്ലാസി യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാം ദ സോഴ്സ് ഓഫ് അൾട്ടിമേറ്റ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ അല്ലെ. ബ്രിട്ടീഷുകാർക്ക് അടിത്തറവാകിയ യുദ്ധം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അടിത്തറവാകിയ യുദ്ധം എന്ന് പറയുന്നത് എതിരെയാണ്? പ്ലാസി യുദ്ധത്തെയാണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ ബാറ്റിൽ നടക്കുന്നതെന്ന് പറയുന്നത് മുഗൾ ഭരണത്തിന്റെ കാലഘട്ടത്താണ്. നമ്മൾ ഇതിനെ ലേറ്റർ മുഗൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഔറംഗസീബിനോട് കൂടിയിട്ട് നമ്മുടെ മുഗൾ ഭരണത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള അവസാനത്തെ ഭരണാധികാരിയാണ് ഔറംഗസീബ്. അദ്ദേഹത്തോട് കൂടിയിട്ട് മുഗൾ ഭരണത്തിന്റെ എന്താണ് ഒരു ശക്തമായിട്ടുള്ള ഭരണാധികാരി നഷ്ടമാവുന്നതിനു ശേഷം വരുന്ന വീക്കസ്റ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. അപ്പം ശ്രദ്ധിച്ചോളൂ, ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് ഏത് വർഷമാണ്? ശ്രദ്ധിക്കുക, 1757 ജൂൺ 23-നാണ്. 1757 ജൂൺ 23-നാണ് ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടക്കുന്നത്. എവിടെയാണ്? പലാശി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്, വെസ്റ്റ് ബംഗാളിലാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കട്ടയ്ക്ക് അടുത്ത്. ഏത് നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്? ഭാഗീരഥി നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താണ് പ്ലാസി യുദ്ധം എന്ന് ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് വാട്ട് ഈസ് ബാറ്റിൽ ഓഫ് പ്ലാസി. എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡായ റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും, അദ്ദേഹം നവാബ് ഓഫ് ബംഗാളായിരുന്നു, ബംഗാളിലെ നവാബായിരുന്നു, അവര് തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസിന് ഒരു ട്രേഡ് പ്രിവിലേജ് നമ്മുടെ സിറാജുദ്ദൗള കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നമ്മുടെ കയ്യില് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വേറൊരാള് കൈയെടുത്തുന്നു, നമ്മുടേതായിട്ടുള്ള ഫ്രീഡത്തിൽ ഇടപെടുന്നു, ഈ നവാബിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ നവാബ് സിറാജുദ്ദൗളയ്ക്കൊക്കെ എനിമീസ് ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല? നമ്മുടെ നവാബിന് ഇഷ്ടപ്പെടുന്നില്ല.
അല്ലെ. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും എന്താണ് ഈ പറയുന്ന ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ പാലിക്കേണ്ടതായിട്ട് മുഗൾ ഭരണാധികാരികളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുന്ന ഒരു റിട്ടേൺ ബില്ല് എന്ന് പറയാം, ഒരു ചാർട്ടേഡ് വാങ്ങിച്ചിട്ടാണ് അവർ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ നേരെ എതിരായിട്ട് ഇവർ ചെയ്യാൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒബ്വിയസ്ലി നമുക്കാണെങ്കിലും ഇഷ്ടമാവില്ല അല്ലെ. അങ്ങനെയാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവര് നവാബ് ഓഫ് ബംഗാളിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരെ കച്ചവടത്തിന് ഒരു ടാക്സ് നമ്മുടെ നവാബിന് പേ ചെയ്യണം. ഓക്കെ, അതായത് ഒരു വർഷത്തിൽ ഒരു കാപ്പം ആർക്ക് അടയ്ക്കണമായിരുന്നു? നവാബ് നമ്മുടെ ബംഗാളിലെ നവാബിന് അടയ്ക്കണം. അവരത് ചെയ്യാതെ വരുന്നു. ഓക്കെ, അതുകൊണ്ടൊക്കെ എന്താണ് ഈ പറയുന്ന നവാബിനാകെ ദേഷ്യം വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്യുന്നില്ല. ഫുൾ അവരിങ്ങനെ അവരുടെ തോന്നിവാസന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? കൽക്കട്ട നവാബിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവർ കൽക്കട്ട പിടിച്ചാനായിട്ട് തുടങ്ങുന്നു. ഇവരെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഇന്ത്യക്ക് റെസ്പെക്ട് ചെയ്യുന്നില്ല. അതോടൊപ്പം കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു ശത്രു നവാബ് ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ സിറാജുദ്ദൗളയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? അദ്ദേഹം ഒളിച്ചു താമസിച്ചിരുന്ന ഈ പറയുന്ന കൃഷ്ണദാസിന് ഇവർ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സിറാജുദ്ദൗളയ്ക്ക് ബ്രിട്ടീഷുകാരോട് വളരെ ദേഷ്യമാവുന്നു. അങ്ങനെ യുദ്ധത്തിനുള്ള അദ്ദേഹം പുറപ്പാട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി യുദ്ധം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഈ ബ്രിട്ടീഷുകാർക്ക് 2 കോട്ടയുണ്ടായിരുന്നു, സെന്റ് ജോർജും അതോടൊപ്പം ഫോർട്ട് വില്യം. ഇത് ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു? ഈ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരും നമ്മുടെ നവാബ് ഓഫ് ബംഗാളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ടാക്സ് പേ ചെയ്യാനും കറക്റ്റ് ആയിട്ട് രണ്ടുപേരും റെസ്പെക്ട് ചെയ്യാനും ഇവർക്ക് ഇന്റേണലി ഇവർ തമ്മിൽ യുദ്ധം ചെയ്യില്ല, ഇവർക്കെതിരെ ഏതെങ്കിലും യുദ്ധം വരികയാണെങ്കിൽ ഇവരെ പരസ്പരം സഹായിച്ചു കൊള്ളാം എന്നൊക്കെ ഒരു ഉടമ്പടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ആരംഭിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് സിറാജുദ്ദൗള എന്ത് ചെയ്യാണ്? നമ്മുടെ ബ്രിട്ടീഷ് ഒഫീഷ്യൽ, ആ സമയത്ത് നമ്മുടെ റോബർട്ട് ക്ലൈവ് ഇവിടെ ഇല്ല കേട്ടോ. റോബർട്ട് ക്ലൈവ് ആ സമയത്ത് ഇന്ത്യയിലില്ല. ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആദ്യത്തെ ടൈമിൽ അദ്ദേഹം ഇല്ല. അപ്പോൾ സിറാജുദ്ദൗള എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ അദ്ദേഹം ആദ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് അദ്ദേഹം 1756 ഒരുപാട് പ്രിസണേഴ്സ്, അതായത് ഒരു സെല്ലില് 6 പേര് ഉൾക്കൊള്ളുന്ന സെല്ലില് ഒരുപാട് പേരെ ഇദ്ദേഹം 100-ലധികം ആളുകളെ കുത്തി നിറച്ചിടുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ഒഫീഷ്യൽസ് മരണമടയുകയും ചെയ്യാണ്. ഈ സമയത്ത് നമ്മുടെ ആരേത് അറിയിക്കുകയാണ്? റോബർട്ട് ക്ലൈവിനെ ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ റോബർട്ട് ക്ലൈവ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. ആ സമയത്ത് മിർ ജാഫർ എന്ന് പറയുന്ന നമ്മുടെ നവാബിന്റെ ഒരു സേനാധിപനാണ്. അദ്ദേഹത്തിന് ബ്രൈബ് ചെയ്യാണ്, കൈക്കൂലി കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിനോട് പറയുന്നു, ഈ പറയുന്ന താങ്കളെ ഞങ്ങൾ അടുത്ത നവാബാക്കാം, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് റോബർട്ട് ക്ലൈവ് അവിടെ ഒരു ഗെയിം കളിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇത് നടന്നത് എവിടെയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പരസ്പരം എന്ത് ചെയ്യാണ്? സിറാജുദ്ദൗളയും പ്ലാസി യുദ്ധം നടക്കുകയാണ് റോബർട്ട് ക്ലൈവും തമ്മിൽ. ആ സമയത്ത് ഒരുപാട് കൂടുതലായിട്ടും നമ്മുടെ മരണം അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചത് നമ്മുടെ സിറാജുദ്ദൗളയ്ക്കായിരുന്നു. ഓക്കെ, ആ ഒരു യുദ്ധത്തില് സിറാജുദ്ദൗളയ്ക്ക് 50,000 സോൾജേഴ്സ് ഉണ്ടായിരുന്നു, 40,000 കാനോൺസ് ഉണ്ടായിരുന്നു. 40,000 അല്ല, 40 കാനോൺസ് ഉണ്ടായിരുന്നു, 10 വാർ എലിഫന്റ് ഉണ്ടായിരുന്നു. ഇത്രയത്തിനെയും വെറും 3000 സോൾജേഴ്സ്, ബ്രിട്ടീഷുകാരുടെ 3000 സോൾജേഴ്സ് ആണ് ഇതിനെ എന്താക്കിയത്? കീഴടക്കിയത്. ഓക്കെ, 11 മണിക്കൂറാണ് ഈ ഒരു യുദ്ധം നീണ്ടു നിന്നത്. ആ സമയത്ത് റോബർട്ട് ക്ലൈവിന്റെ അദ്ദേഹം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് വെറും 22ഓളം ആളുകളാണ് ബ്രിട്ടീഷുകാരിൽ മരണമടഞ്ഞത്. 50ഓളം ആളുകൾക്ക് മാത്രമാണ് ചെറുതായിട്ടൊരു ഇഞ്ചുറി സംഭവിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ട് നവാബിന് ഒരു 500ഓളം വരുന്ന ആളുകളുടെ ജീവൻ പൊലിയുകയും അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് മിർ ജാഫർ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് ആരെ അടുപ്പിച്ചില്ല. അതായത് അദ്ദേഹം സേനാധിപനല്ലേ, ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ സേനാ നായകൻ എന്ത് ചെയ്തു? പടയാളികളെ മറ്റു ഭാഗത്തേക്ക് നീക്കി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് സിറാജുദ്ദൗള മരണമടയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ റോബർട്ട് ക്ലൈവ് ആർക്കാണ്? മിർ ജാഫർ, ബ്രിട്ടീഷ് സേനാധിപനായിട്ട് ബ്രിട്ടീഷ് റോബർട്ട് ക്ലൈവ് ആർക്കാണ്? സേനാധിപനായിരുന്ന മിർ ജാഫറിനെ ബ്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ്? കൈക്കൂലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു നവാബ് ഓഫ് ബംഗാൾ. പ്ലാസി യുദ്ധത്തിന്റെ സമയത്ത് ബംഗാളിലെ നവാബായിരുന്നത് സിറാജുദ്ദൗളയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു യുദ്ധത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്നുള്ളത്.
അല്ലെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഒരു യുദ്ധം നടന്നത് ബ്രിട്ടീഷുകാരെ ഈ പറയുന്ന സിറാജുദ്ദൗള കൽക്കട്ടയിലെ കോർട്ടില് നമ്മുടെ എന്താണ് ഫോർട്ടിൽ പൂട്ടിയിട്ടു എന്നുള്ളൊരു കഥ പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു കഥയ്ക്കൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നാണ് അറിയുന്നത്. ഓക്കെ, ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെടുന്ന ഞാൻ ഈ പറഞ്ഞൊരു കഥയാണ്. 146 വരുന്ന ഇംഗ്ലീഷ് ആളുകളെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു സെല്ലിൽ പൂട്ടിയിടുകയാണ്. അതിൽ 123 ആളുകൾ മരണമടയുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു കാരണമാണ് ഈ പ്ലാസി യുദ്ധത്തിന് വരാനായിട്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരെ ഇവരെന്താണ് ഈ ഇംഗ്ലീഷ് അറ്റാക്ക് ചെയ്യുന്നു, കൽക്കട്ട ഫോർട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതൊക്കെ അദ്ദേഹം പിടിച്ചെടുക്കുകയും ചെയ്യാണ് സിറാജുദ്ദൗള. ഇനി റോബർട്ട് ക്ലൈവിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ, റോബർട്ട് ക്ലൈവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒരുപാട് പ്രിവിലേജസ്, ഈ ട്രേഡ് പ്രിവിലേജസ് ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ സിറാജുദ്ദൗളയുടെ മെയിൻ ആയിട്ടുള്ള ശത്രുവായിട്ടുള്ള കൃഷ്ണദാസിന് സംരക്ഷണം നൽകുകയും ചെയ്യുകയാണ്. ഇനി മിർ ജാഫർ നമ്മൾ പറഞ്ഞു, അദ്ദേഹം എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിന് ബ്രൈബ് ചെയ്യാണ്, കൈക്കൂലി കൊടുത്ത് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു. ചീറ്റഡ്, ഇദ്ദേഹമാണ് സിറാജുദ്ദൗളയെ ബാറ്റലിന്റെ സമയത്ത് ചീറ്റ് ചെയ്ത വ്യക്തി. ആരാണ്? കമാൻഡർ ഇൻ ചീഫ് ആണ്. ആരാണ്? മിർ ജാഫർ ആണ്. ഓക്കെ, ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. വേറൊരു റാങ്ക് ഫയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഇനി അടുത്തത് റായ് ദുർലാബ്. ഇദ്ദേഹം ചെയ്ത എന്താണ്? ഇദ്ദേഹം പറ്റിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവാബ് ഓഫ് ബംഗാളിനെ പറ്റിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്തോളാം, നിങ്ങളുടെ ആർമിയുടെ കൂട്ടത്തിൽ ഞാൻ ജോയിൻ ചെയ്തോളാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതിക്കോളാം. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? സമയമായപ്പോൾ കാലം മാറി. ഇദ്ദേഹം ഈ വാറിൽ ബാറ്റിൽ എന്ത് ചെയ്തില്ല? സിറാജുദ്ദൗളയെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അടുത്തത് നമ്മുടെ ജാഗത് സെയ്ദ്. ഇദ്ദേഹമായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ കോൺസ്പിറൻസി കാര്യത്തിനാണെങ്കിലും അൾട്ടിമേറ്റ് കില്ലിംഗ് ഓഫ് നവാബിന്റെ മെയിൻ ആയിട്ടുള്ള പിറകിൽ നിന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ജഗത് സെയ്ത്ത് ആണ്. പിന്നെ ഓമി ചന്ദിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഒരു ബംഗാൾ മെർച്ചന്റ് ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹമായിരുന്നു പ്രധാനമായിട്ടും ഈ നവാബിനെതിരെയുള്ള കോൺസ്പിറൻസിയെ കുറിച്ച് ഒരു പുസ്തകമൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം എന്ത് സംഭവിച്ചു? നമ്മൾ പറഞ്ഞല്ലോ ഇതിപ്പോ നോർത്തേൺ ഇന്ത്യയിലായിരുന്നു പ്രധാനമായിട്ടും ആരുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ വെസ്റ്റ് ബംഗാൾ നോർത്തേൺ ഇന്ത്യയിലായിരുന്നു അവരുടെ പവർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിനുശേഷം എന്ത് ചെയ്യാണ്? വേറെ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇന്ത്യയിലാവട്ടെ ബ്രിട്ടീഷുകാർക്കിടയിലാവട്ടെ ഒരുപാട് മാറ്റം വരികയാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പൊളിറ്റിക്കൽ എഫക്ട്സും, അതോടൊപ്പം രണ്ടാമത്തത് എക്കണോമിക് എഫക്ട്സും. പൊളിറ്റിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ സമയത്ത് ഫ്രഞ്ചുകാരും ഇവിടെ ഉണ്ട്. ഈ ബ്രിട്ടീഷുകാര് കച്ചവടത്തിനായിട്ട് വരുമ്പോൾ ഇവര് മാത്രമല്ല അവിടെ ഉള്ളത്. ആരുണ്ട്? ഫ്രഞ്ച് ഉണ്ട്, ഡച്ച് ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം വരെ ഫ്രഞ്ചുമായിട്ട് ഏറ്റുമുട്ടി നിന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ സമയത്ത് സിറാജുദ്ദൗളയ്ക്ക് സഹായമായിട്ട് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടെ നിന്ന് പോകുന്നു? ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അവരുടെ ആ ഒരു ആധിപത്യം കുറഞ്ഞു വരികയാണ്. അതിനുശേഷം രണ്ടാമത് വരുന്ന എന്താണ്? മിർ ജാഫർ നവാബ് ഓഫ് ബംഗാളിലെ നവാബായിട്ട് കിരീടം ഏൽക്കുകയാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? പക്ഷെ പപ്പൻ നവാബ് എന്നാ പറയുന്നത് അദ്ദേഹത്തെ. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്ന ഒരു നവാബായിരുന്നു മിർ ജാഫർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? നമുക്ക് ഇതിനു ശേഷം നടക്കുന്നതാണ് ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട്. ഡച്ചും ബ്രിട്ടീഷുകാരും തമ്മിലൊരു യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അത് 1759 നവംബർ. ഓക്കെ, പിന്നെ അതിനുശേഷം എന്താണ്? മിർ ജാഫറിന് ശേഷം ബ്രിട്ടീഷുകാര് ഈ മിർ ജാഫറിന് അധികാരം കൊടുത്തുവെങ്കിലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള പവർ ആർക്ക് തന്നെയായിരുന്നു? അൾട്ടിമേറ്റ് പവർ ബ്രിട്ടീഷുകാർക്ക് തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം അതിനെതിരെ എന്താണ്? അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല, അൺഹാപ്പി ആവുന്നു. അങ്ങനെ ഇടയിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാര് മിർ ജാഫർ കഴിഞ്ഞിട്ട് മിർ കാസിമാണ് ബംഗാളിലെ നവാബായിട്ട് വരുന്നു. ഇനി അതിനുശേഷം വരുന്നത് എന്താണ്? ബംഗാളിലെ അൾട്ടിമേറ്റ് പവർ ആയിട്ട് ആര് മാറുകയാണ്? ബ്രിട്ടീഷുകാർ മാറുകയാണ്. ഓക്കെ, അതിനുശേഷം റോബർട്ട് ക്ലൈവ്, അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ കിട്ടി. എന്താണെന്നറിയാവോ? ലോർഡ് ക്ലൈവ്. ഏതിനാണ്? ഈ പറയുന്ന ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം അദ്ദേഹത്തിന് ലോർഡ് ക്ലൈവ് എന്നുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ ഒരു സീറ്റും ലഭിക്കുന്നു. ഓക്കെ, ഇനി ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, ഇന്ത്യയുടെ എക്കണോമി ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട് ഒരുപാട് സിവിയർ ആയിട്ടുള്ള അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്താണ്? ഒരുപാട് രീതിയിലുള്ള ടാക്സ് കളക്ഷന്റെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ബംഗാളിലെ ആളുകളെ പീഡനത്തിനിരയാക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് PSL ചോദിച്ചു കാണുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് ഏത് വർഷമാണ്? 1757. രണ്ടാമത്തെ പോയിന്റ്, ആരൊക്കെ തമ്മിലാണ്? PSC ചോദിച്ചു കാണുന്ന PYQ ആണ്. സിറാജുദ്ദൗളയും അതോടൊപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ റോബർട്ട് ക്ലൈവും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിന് കാരണമായ യുദ്ധം ചോദിച്ചാൽ ഇതാണ് പ്ലാസി യുദ്ധമാണ്. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ പറഞ്ഞത് SSC ലെവലായിട്ടും ഒക്കെ നിങ്ങൾ കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നടന്നത് എവിടെയാണ്? പലാഷിയിലാണ്, ഭാഗീരഥി നദിക്ക് കുറുകെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന ആരൊക്കെ തമ്മിലാന്ന് നമ്മൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പ്രധാനമായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ദെൻ ബംഗാളിലെ മിർ സിറാജുദ്ദൗളയ്ക്ക് ശേഷം നവാബായ 2 വ്യക്തികളെ നമ്മൾ പറഞ്ഞു. മിർ ജാഫർ, അദ്ദേഹത്തെ ചീറ്റ് ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം മിർ കാസിം. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ദെൻ ക്ലാസ്സുകൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലാസ്റ്റിക് യുദ്ധത്തെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഇവിടെ ഞാൻ നൽകിയിട്ടുണ്ട്. NCERT നോട്ട്സ് ആണ്. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. Till then, bye bye and thank you. GK World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക.